എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഭഗവത്ഗീതയുടെ 37ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. 37ാമത്തെ എപ്പിസോഡിൽ പ്രവേശിക്കുകയാണ്. അധ്യായം 2 സംഖ്യായോഗത്തിലെ 48ാമത്തെ ശ്ലോകമാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. അധ്യായം 2 സംഖ്യായോഗത്തിലെ 48ാമത്തെ ശ്ലോകം. അപ്പൊ നമുക്ക് ശ്ലോകം ചൊല്ലാം. യോഗാസ്തഃ കുരു കർമാണി സംഗം ത്രിക്വാ ധനഞ്ജയ സിദ്ധ്യാസിന്ധോഃ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. ഒന്നും കൂടി 48ാം ശ്ലോകം ചൊല്ലാം. യോഗസ്ഥഃ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യാസിദ്ധോഃ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. 48ാം ശ്ലോകം. അതിന്റെ അന്വർത്ഥം നോക്കാം. കൃഷ്ണൻ പറയാണ് അർജുനോട്, അല്ലയോ അർജുന, ബ്രഹ്മനിഷ്ഠനായി ജഗത്തിലും പരാജയത്തിലും ചിത്തത്തെ സമനിലയിൽ നിർത്തി ബലാസക്തി വെടിഞ്ഞ് കർമ്മങ്ങൾ അനുഷ്ഠിക്കൂ. മനസ്സിനെ സമനിലയാണ് ആത്മനിഷ്ഠ അഥവാ യോഗം. അല്ലയോ അർജുന, ബ്രഹ്മനിഷ്ഠനായി ജഗത്തിലും പരാജയത്തിലും ചിത്തത്തെ സമനിലയിൽ നിർത്തി ബലാസക്തി വെടിഞ്ഞ് ജയത്തെയും പരാജയത്തെയും ഒരേപോലെ കാണുക. ജയത്തെയും പരാജയം, മനുഷ്യന് ജയവും പരാജയവും വന്നുകൊണ്ടിരിക്കും. അതിനെ തുല്യമായി കാണുക. ജയം വന്നാലും സന്തോഷിക്കരുത്, പരാജയം വന്നാലും ദുഃഖിക്കരുത്. മനസ്സിലായില്ലേ? അല്ലയോ അർജുന, ബ്രഹ്മനിഷ്ഠനായി ജയത്തിലും പരാജയത്തിലും ചിത്തത്തെ അതായത് ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ മനസ്സിന്റെ ആ ചിത്തത്തെ സമനിലയിൽ നിർത്തി ബലാസക്തി വെടിഞ്ഞ് ഫലത്തിനെ നമുക്കത് ചെയ്താൽ നമുക്ക് എന്ത് ഫലം കിട്ടും എന്നുള്ള ആ ആസക്തി വെടിഞ്ഞിട്ട് കർമ്മങ്ങളിൽ അനുഷ്ഠിക്കൂ. എന്നിട്ട് നിങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കൂ. മനസ്സിനെ സമനിലയാണ് ആത്മനിഷ്ഠ അഥവാ യോഗം. മനസ്സിന്റെ സമനിലയാണ് ആത്മനിഷ്ഠ അഥവാ യോഗം. ഇതിന്റെ മലയാള പരിഭാഷ, അതായത് മലയാള സാരാംശം നോക്കാം. അർജുന, ബ്രഹ്മനിഷ്ഠനായി കർമ്മബലത്തിലുള്ള ആസക്തി വെടിഞ്ഞ് ജാഗ്രതയോടെ കർമ്മങ്ങൾ ചെയ്യുക. കർമ്മഫലത്തിലുള്ള ആസക്തി, കർമ്മത്തിന് എന്താണ് ഫലം എന്നുള്ളത് വെടിഞ്ഞ് നീ കർമ്മം ചെയ്യുക. നിന്റെ കർത്തവ്യ നിർവഹണം വിജയത്തിന്റെ കലാശിച്ചാൽ അമിതമായി ആഹ്ലാദിക്കരുത്. നിന്റെ കർത്തവ്യം, നിന്റെ കർമ്മം വിജയത്തിൽ കലാശിച്ചാൽ നീ അമിതമായി സന്തോഷിക്കരുത്. നേരെ മറിച്ച് ഏതെങ്കിലും കാരണവശാൽ അത് പൂർണ്ണമാവാതിരിക്കുകയോ നിഷ്ഫലമാവുകയോ ചെയ്താൽ നിന്റെ മനസ്സ് പതറുകയോ നീ ദുഃഖിതനാവുകയോ ചെയ്യരുത്. അതായത് ഏതെങ്കിലും നിന്റെ കർമ്മത്തിന്റെ ഫലം നിനക്ക് വിപരീത ഫലമാണ് തന്നതെങ്കിലും നീ ദുഃഖിക്കരുത്. നീ അതിനെപ്പറ്റി ഓർത്ത് വളരെയധികം സങ്കടപ്പെടരുത്. മനസ്സിലായി? കാരണവശാൽ അത് പൂർണ്ണമാവാതിരിക്കാൻ നിഷ്ഫലമാവുകയോ ചെയ്താൽ നിന്റെ മനസ്സ് പതറുകയോ നീ ദുഃഖിതനാവുകയോ ചെയ്യരുത്. ഒരു പ്രവൃത്തി വിജയിച്ചാൽ നിശ്ചയമായും അത് പ്രയോജനകരമായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും കർമ്മം ചെയ്ത് വിജയിച്ചാൽ നിശ്ചയമായിട്ട് അതൊരു പ്രയോജനകരമായിട്ടുള്ളൊരു കർമ്മമായിരിക്കും. അത് അപൂർണമായിരുന്നാൽ പോലും അത് വിജയിച്ചതായി മനസ്സിൽ കരുതണം. അത് അപൂർണമായിട്ട്, അത് മുഴുവനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ കൂടി അത് വിജയിച്ചതായിട്ട് നമ്മൾ കരുതണം. എന്തു കർമ്മം ഏറ്റെടുത്താലും അത് ഈശ്വരന് സമർപ്പിക്കണം. ഏത് കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും അത് ഈശ്വരനിൽ അർപ്പിക്കണം എന്നാണ് കൃഷ്ണൻ അർജുനോട് പറയുന്നത്. എങ്കിൽ അത് പൂർത്തിയാകുമെന്ന് ഉറപ്പായി വിശ്വസിക്കുക. എന്ത് കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും അത് ഈശ്വരനിൽ അർപ്പിച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് 100% ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഫിനിഷ് ആകും എന്നാണ് കൃഷ്ണൻ അർജുനോട് പറയുന്നത്. സ്വധർമ്മചാരണത്തിനുണ്ടാകുന്ന വിജയത്തിലും പരാജയത്തിലും സമചിത്തത പാലിക്കുന്നതാണ് ഏറ്റവും വലിയ യോഗം, ആത്മനിഷ്ഠ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അത് പൂർത്തിയാകുന്ന ഉറപ്പായി സ്വധർമാചരണത്തിന് ഉണ്ടാകുന്ന വിജയത്തിലും പരാജയത്തിലും സമചിത്തത. വിജയം വന്നാൽ കൂടുതൽ സന്തോഷിക്കാതിരിക്കുക, പരാജയം വന്നാൽ കൂടുതൽ ദുഃഖിക്കാതിരിക്കുക. എല്ലാം സമം. ഇതെല്ലാം നമുക്ക് വിധിച്ചതാണെന്ന് വിചാരിച്ച് നമ്മൾ സമചിത്തതായിരിക്കുന്നതാണ് അതാണ് യോഗം ആത്മനിഷ്ഠ എന്ന് പണ്ഡിതന്മാർ പറയുന്നു എന്നാണ് അർജുനനോട് കൃഷ്ണൻ പറയുന്നത്. അങ്ങനെ 48ാമത്തെ ശ്ലോകം കഴിഞ്ഞു. 49ാം ശ്ലോകത്തിൽ കടക്കാം. ദുരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാധനഞ്ജയ ബുദ്ധൗ ശരണമന്വച്ഛ കൃപണാ ബലഭേദവഃ. ഒരു പ്രാവശ്യം ചൊല്ലാം. ദുരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാധനഞ്ജയ ബുദ്ധൗ ശരണമന്വച്ഛ കൃപണാ ബലഹേതവഃ. അങ്ങനെ 49ാം ശ്ലോകം. 49ാം ശ്ലോകത്തിന്റെ അന്വർത്ഥം വായിക്കാം. നിശ്ചയബുദ്ധിയോടുകൂടി
നിശ്ചയ ബുദ്ധിയോടുകൂടി ചെയ്യപ്പെടുന്ന നിഷ്കാമകർമ്മത്തെക്കാൾ വളരെ താണതാകുന്നു. നിശ്ചയബുദ്ധിയോടുകൂടി ചെയ്യപ്പെടുന്ന നിഷ്കാമകർമ്മത്തെക്കാൾ വളരെ താണതാകുന്നു. അതുകൊണ്ട് ജ്ഞാനസിദ്ധിക്കായി നിഷ്കാമകർമ്മം അനുഷ്ഠിക്കുക. നിശ്ചയബുദ്ധിയോടുകൂടി ചെയ്യപ്പെടുന്ന നിഷ്കാമകർമ്മങ്ങൾ, നിശ്ചയബുദ്ധിയോടുകൂടി ചെയ്യുന്ന നിഷ്കാമകർമ്മങ്ങൾ വളരെ താണ നിലനിൽക്കുന്നതാണ്. ഒരു നമുക്കൊരു കാര്യം തന്നെ അതിന്റെ ഫലം കിട്ടണം എന്ന് ആലോചിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് നമ്മൾ വളരെ താണ നിലയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ജ്ഞാനസിദ്ധിക്കായി നിഷ്കാമകർമ്മം അനുഷ്ഠിക്കുക. സകാരന്മാരുടെ ബലത്തെ ഇച്ഛിക്കുന്നവരായ മനുഷ്യർ അനുകമ്പാർഹരാണ്. സകാമന്മാരായ ബലത്തെ ഇച്ഛിക്കുന്നവരായ മനുഷ്യൻ അനുകമ്പാർഹരാണ്. ബലത്തെ ഇച്ഛിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും നമുക്ക് ലഭ്യം കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ട് ചെയ്യുന്നത് മനുഷ്യ സഹജമാണ്. അതിന് നമുക്ക് അനുകമ്പ തോന്നുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അത് എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഇനി 50ാമത്തെ ശ്ലോകം ചൊല്ല. ബുദ്ധിയുക്തോ ജഹാതീഹ ഉബേ സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗ കർമ്മസു ഔശലം. 50ാമത്തെ ശ്ലോകമാണ്. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്യ യോഗ കർമ്മസു കൗശലം. 50ാം ശ്ലോകം. അതിന്റെ അന്വാർത്ഥം പറയാം. സുഖദുഃഖാദികളിൽ സമത്വ ബുദ്ധിയോടുകൂടിയവൻ ഇഹലോകത്തിൽ തന്നെ സുഹൃത ദുഷ്കൃതങ്ങളെ രണ്ടിനെയും ഉപേക്ഷിക്കുന്നു. സുഖദുഃഖാദികളിൽ സമത്വ ബുദ്ധിയോടുകൂടിയവൻ ഇഹലോകത്ത് തന്നെ സുഹൃത ദുഷ്കൃതങ്ങളെ രണ്ടിനെയും ഉപേക്ഷിക്കുന്നു. ഒരു സുഖദുഃഖങ്ങളെ പറ്റി നമ്മൾ സമനിലയിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ഈ ലോകത്തെ തന്നെ സുഹൃത ദുഷ്കൃതങ്ങളെ രണ്ടിനെയും സുഹൃതത്തിനെയും ദുഷ്കൃതത്തിനെയും രണ്ടിനെയും അവർ ഉപേക്ഷിക്കുന്നു. എന്തു വന്നാലും കാണാം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് പോകുന്നു. അതിനാൽ നീ ജ്ഞാനോപയായ നിഷ്കാമകർമ്മയോഗത്തിനായി യത്നിച്ചാൽ നീ ജ്ഞാനോപയായ നിഷ്കാമകർമ്മത്തിനായി ഒരുവിധ പ്രതിഫലേച്ഛയും കൂടാത്ത ഒരു കർമ്മത്തിനായി നീ ഓൾറെഡി യത്നിച്ചാൽ എന്തെന്നാൽ കർമ്മങ്ങളുടെ സാമർത്ഥ്യം തന്നെയാണ് യോഗം എന്ന് പറയപ്പെടുന്നത്. എന്നാൽ കർമ്മത്തിന്റെ സാമർത്ഥ്യം തന്നെയാണ് യോഗം എന്ന് പറയുന്നത്. അതിന്റെ മലയാള പരിഭാഷ. അല്ലയോ അർജുന, കൃഷ്ണൻ പറയാണ് അർജുനോട്, മനസ്സിന്റെ സമചിത്തതയാണ് യോഗത്തിന്റെ കാതൽ. അർജുന, മനസ്സിന്റെ സമചിത്തതയാണ് യോഗത്തിന്റെ കാതൽ. അതിന് വിജ്ഞാനവും കർമ്മവും സഹജമായി ഒത്തുചേർന്നിരിക്കുന്നു. ബലേച്ഛയോടുകൂടിയുള്ള കർമ്മം നിഷ്കാമകർമ്മത്തെക്കാൾ വില കുറഞ്ഞതാണ്. ബലേച്ഛ എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു കർമ്മം നിഷ്കാമകർമ്മത്തെക്കാൾ, നമ്മൾ കർമ്മം ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടും അതിനെക്കാട്ടും വില കുറഞ്ഞതാണ്. എങ്കിലും അപ്രകാരമുള്ള കർമ്മം ചെയ്തെങ്കിൽ മാത്രമേ നിനക്ക് നിഷ്കാമകർമ്മത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടുള്ളൂ. എന്തുകൊണ്ടെന്നാൽ നിഷ്കാമകർമ്മം സ്വാർത്ഥോദ്ദേശരഹിതമായ എല്ലാ കർമ്മങ്ങളുടെയും പരിസമാപ്തിയാണ്. ഒരു വിധത്തിലും നമ്മൾ ഒരു കർമ്മത്തിൽ ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്നതാണ് നിഷ്കാമകർമ്മം. അങ്ങനെ ചെയ്യുന്ന എന്തുകൊണ്ടെന്ന് നിഷ്കാമകർമ്മം സ്വദ്യോദ്ദേശരഹിതമായ എല്ലാ കർമ്മങ്ങളുടെയും പരിസമാപ്തി, എല്ലാത്തിന്റെയും ഒരു പരിസമാപ്തിയാണ്. അതുകൊണ്ട് നീ നിഷ്കാമകർമ്മത്തിൽ അഭയം തേടുക. കർമ്മഫലത്തിനുള്ള ആഗ്രഹം നിന്റെ ഹൃദയത്തിൽ നിന്ന് നിശ്ശേഷം ഒഴിവാക്കുക. നിഷ്കാമകർമ്മം ചെയ്തവർ ഐഹിക ജീവിതത്തിന്റെ മറുകര കടക്കുവാൻ പുണ്യപാപങ്ങളുടെ ബന്ധനത്തിന് അതീതരായി തീരുകയും ചെയ്യുന്നു. ഒന്നും കൂടി വായിക്കാം. അല്ലയോ അർജുന, മനസ്സിന്റെ സമചിത്തതയാണ് യോഗത്തിന്റെ കാതൽ. മനസ്സിനെ നമ്മൾ സമചിത്തുക. ദുഃഖം വന്നാലും നമ്മൾ കൂടുതൽ ദുഃഖിക്കരുത്, സന്തോഷം വന്നാലും നമ്മൾ കൂടുതൽ സന്തോഷിക്കരുത്. അങ്ങനെ മനസ്സിനെ നമ്മൾ ആ ബാലൻസിൽ ആ ഇക്വിലിബ്രിയം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നതാണ് യോഗത്തിന്റെ കാതൽ. അതാണ് യോഗത്തിന്റെ കാതൽ. അതിൽ വിജ്ഞാനവും കർമ്മവും സഹജമായി വിജ്ഞാനവും കർമ്മവും ഒത്തുചേർന്ന് നിൽക്കുന്നു. ബലേച്ഛയോടുകൂടിയ കർമ്മം നിഷ്കാമകർമ്മത്തെക്കാൾ വില കുറഞ്ഞതാണ്. ബലേച്ഛയോടുള്ള കർമ്മം നിഷ്കാമത്തെ കർമ്മത്തെക്കാൾ വില കുറഞ്ഞതാണ്. നിഷ്കാമകർമ്മം നമ്മൾ ഒരുവിധ ഫലത്തിനെ പറ്റി ഇച്ഛിക്കാതെ ചെയ്യുന്ന കർമ്മത്തിനെക്കാട്ടും എത്രയോ താഴ്ന്നതാണ് ബലേച്ഛ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കർമ്മം. എങ്കിലും അപ്രകാരമുള്ള കർമ്മം ചെയ്തെങ്കിൽ മാത്രമേ നിനക്ക് നിഷ്കാമകർമ്മത്തിലേക്ക് വഴി തുറന്നു കിട്ടുകയുള്ളൂ. എന്നെങ്കിലും നീ അങ്ങനെയുള്ള കർമ്മം ചെയ്താൽ മാത്രമേ നിനക്ക് നിഷ്കാമകർമ്മത്തിലേക്കുള്ള ആ വാതിൽ തുറന്നു കിട്ടുകയുള്ളൂ എന്നാണ് കൃഷ്ണൻ അതിനോട് പറഞ്ഞു കൊടുക്കുന്നത്.
എന്തുകൊണ്ടെന്നാൽ നിഷ്കാമകർമ്മം സ്വതുദ്ദേശത്തിന് എല്ലാ കർമ്മങ്ങളുടെയും പരിസമാധ്യം. നമ്മുടെ ഈ സ്വാർത്ഥ ചിന്തയോട് കൂടിയിട്ടുള്ള ഒരു കർമ്മത്തിന്റെ എല്ലാത്തിന്റെയും ഒരു പരിസമാപ്തിയാണ് നിഷ്കാമകർമ്മം. ഒരു വിധത്തിലും നമ്മൾ ഫലേച്ഛ കൂടാതെ ചെയ്യുന്നതാണ് നിഷ്കാമകർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് നീ നിഷ്കാമകർമ്മത്തിൽ അഭയം തേടുക. നീ ഓൾവേസ് നിഷ്കാമകർമ്മത്തിൽ അഭയം തേടുക. ഒരു വിധത്തിലും നീ ബലേച്ഛ പ്രതീക്ഷിക്കരുത്. കർമ്മബലത്തെ ആഗ്രഹം നിന്റെ ഹൃദയത്തിൽ നിന്ന് നിശേഷമില്ല. കർമ്മബലത്തിനുള്ള കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന ഫലത്തിനുള്ള ആഗ്രഹം നിന്റെ മനസ്സിൽ നിന്ന് നീ നിശേഷം അത് മാറ്റണം എന്നാണ് പറയുന്നത്. നിഷ്കാമകർമ്മം ചെയ്തവർ ഐഹിക ജീവിതത്തിന്റെ മറുകര കടക്കുകയും പുണ്യപാപങ്ങളുടെ ബന്ധനത്തിന് അതീതമായി തീരുകയും ചെയ്തിട്ടുണ്ട്. നിഷ്കാമകർമ്മം ചെയ്തവർ ഐഹിക ജീവിതത്തിന്റെ മറുകര കടക്കുകയും നമ്മുടെ ഈ നിൽക്കുന്ന നിഷ്കാമകർമ്മം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഐഹിക ജീവിതത്തിന്റെ മറുകര കടക്കുകയും പുണ്യപാപങ്ങളുടെ പുണ്യത്തിന്റെയും പാപങ്ങളുടെയും ബന്ധനത്തിൽ നിന്ന് നമ്മൾ വിമുക്തരാവുകയും ചെയ്യുന്നു എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അമ്പത്തിയൊന്നാമത്തെ ശ്ലോകം നമുക്ക് ഒന്നുകൂടി ചൊല്ലാം. 51ാമത്തെ ശ്ലോകം. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്രിക്വാ മനീഷീണഃ ജന്മബന്ധവി നിർമുക്താഹ പദം ഗച്ഛന്ത്യനാമയം. 51ാമത്തെ ശ്ലോകം ഒന്നുകൂടി കൊല്ലാം. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്രിക്വാ മനീഷീണഃ ജന്മബന്ധവി നിർമുക്താഹ പദം ഗച്ഛന്ത്യനാമയഃ. 51ാമത്തെ ശ്ലോകമാണത്. അതിന്റെ അന്വർത്ഥം എന്തുകൊണ്ടെന്നാൽ സുഖദുഃഖാദികളിൽ സമത്വ ബുദ്ധിയുള്ള മഹാത്മാക്കൾ കർമ്മത്തിനുണ്ടാകുന്ന ബലത്തെ ഉപേക്ഷിച്ച് എന്തുകൊണ്ടെന്നാൽ സുഖദുഃഖാദികളിൽ സമത്വ ബുദ്ധിയുള്ള മഹാത്മാക്കൾ കർമ്മത്തിൽ നിന്നാ ബലത്തെ ഉപേക്ഷിച്ച് ജനന മരണാത്മകമായ സംസാര ബന്ധത്തിൽ മോചിച്ചവരായി ദുഃഖസ്പർശമില്ലാത്ത സ്ഥാനത്ത് എത്തിച്ചേരുന്നു. മോക്ഷപദവിയെ പ്രാപിക്കുന്നു എന്ന് പറയണം. എന്തുകൊണ്ടെന്നാൽ സുഖദുഃഖാദികളിൽ സമത്വ ബുദ്ധി, അതായത് ഒരു ബാലൻസ്ഡ് എക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ മഹാത്മാക്കൾ കർമ്മത്തിൽ നിന്ന് ആ ബലത്തെ ഉപേക്ഷിച്ച് കർമ്മം ചെയ്യുന്നതുകൊണ്ടുള്ള ഫലത്തെ ഉപേക്ഷിച്ച് ജനന മരണാത്മകമായ സംസാരബന്ധത്തിൽ മോചിതവരായി ജനനത്തിനെയും മരണത്തിനെയും പോയി പേടിക്കാത്തവരായും ദുഃഖസ്പർശനമില്ലാത്ത സ്ഥാനത്ത് എത്തിവരുന്നു. മോചിച്ചവരായി ദുഃഖസ്പർശമില്ലാത്ത സ്ഥാനത്ത് ഒരു വിധത്തിൽ ദുഃഖങ്ങളും ഇല്ലാത്തൊരു സ്ഥാനത്തേക്ക് അവർ എത്തിച്ചേരുന്നു. അതാണ് മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത്. അതിന്റെ മലയാള പരിഭാഷ പറയാം. ജ്ഞാനികൾ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ഫലം അവരെ അശേഷം സ്പർശിക്കുന്നില്ല. തന്മൂലം പീഡാവഹനായ ജനന മരണങ്ങളിൽ നിന്നും അവർ രക്ഷപ്പെടുന്നു. അതിന് പീഡാവഹമായ ജനന മരണങ്ങളിൽ നിന്നും അവർ രക്ഷപ്പെടുന്നു. സമത്വ ബുദ്ധി കൊണ്ട് ജ്ഞാനന്മാരായ അവർ ശുദ്ധവും നിത്യവുമായ ആത്മാനന്ദം അനുഭവിക്കുന്നു. തന്മൂലം പീഡാവഹമായ ജനന മരണങ്ങളിൽ നിന്നും അവർ രക്ഷപ്പെടുന്നു. സമത്വ ബുദ്ധി കൊണ്ട് ജ്ഞാനന്മാരായ അവർ ശുദ്ധവും നിത്യവുമായ ആത്മാനന്ദം അനുഭവിക്കുന്നു. അവർ ശുദ്ധവും നിത്യവുമായ സമത്വം അതായത് ബാലൻസ്ഡ് ഇക്വിലിബ്രിയമുള്ള ആള് ജ്ഞാനായവർ ശുദ്ധവും നിത്യമായ ആത്മാനന്ദം അവരെ അനുഭവിക്കുന്നു എന്നാണ് കൃഷ്ണൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. നല്ല ബുദ്ധിമുട്ടുള്ള മനസ്സിലാക്കാനും അത് ഗ്രഹിക്കാനും വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നാൽ നിങ്ങളത് 2-3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നന്നായി മനസ്സിലാവും. ഞാൻ ഒരുവിധം എക്സ്പ്ലെയിൻ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നമസ്കാരം. അടുത്ത എപ്പിസോഡ് നമുക്ക് നാളെ തുടരാം.